എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ മഷ്റൂം. വീട്ടിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഈ ടൈപ്പ് മഷ്റൂം അല്ല കേട്ടോ, ഒരു ബഡ് പോലത്തെ മഷ്റൂം ഇല്ല, അങ്ങനത്തെ സംഭവം കൊണ്ടാണ് കേട്ടോ നമ്മൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടു. കഴിഞ്ഞ തവണ ഒരെണ്ണം വാങ്ങിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കറി ഒട്ടും തികഞ്ഞില്ല. അപ്പോൾ ഇപ്രാവശ്യം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വറുത്തരച്ച് ചിക്കൻ കറി പോലെ വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. കഴിഞ്ഞ തവണ ദോശൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കറി രാവിലേക്ക് ഉച്ചയ്ക്കലേക്കും വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ദോശൻ്റെ കൂടെ തീരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഈ മഷ്റൂം കറി ചിക്കൻ കറി ടൈപ്പ് വെക്കുന്നതുകൊണ്ട് അതിന് നല്ല മാച്ച് ഉണ്ടാവും. കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ദോശ ഒഴിക്കാൻ പോയത്. നമ്മൾ ദോശ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ദോശയും കരിഞ്ഞു പോകും, കറിയും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറി ഓൾറെഡി ആയതുകൊണ്ട് നമുക്ക് ദോശൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നല്ല ചൂട് ദോശയും മഷ്റൂം കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മഷ്റൂം വാങ്ങുന്ന ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.